നമ്മൾ ഈ ഹെയർ ലോസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ആണുങ്ങൾക്കുള്ള ഒന്നായിട്ടാണ് നമ്മളെല്ലാവരും കരുതുന്നത്. ബട്ട് വാട്ട് അബൌട്ട് വിമൻ? ഒരു 40% സ്ത്രീകളും ഒരു 50 വയസ്സ് കഴിയുമ്പോഴേക്ക് അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഹെയർ തിന്നിങ് അഥവാ ഹെയർ ലോസ് അല്ലെങ്കിൽ ബാൾഡ് സ്പോട്ട് ഫോർമേഷൻ. മറ്റൊരു ഭാഷ പറയുകയാണെങ്കിൽ ഫീമെയിൽ പാറ്റേൺ ബാൾഡ്നെസ്. യെറ്റ് ദേ ഫീൽ സോ ഐസൊലേറ്റഡ്, ഡിസ്മിസ്ഡ് ആൻഡ് ഓഫൻ ashamed of it. Let's start talking about it today. More openly, compassionately and most importantly scientifically. ഫീമെയിൽ പാറ്റേൺ ബാൽഡ്നെസ് എന്ന് പറയുമ്പോൾ അത് കൂടുതലും മെനോപോസൽ ആയിട്ടുള്ള ഫീമെയിൽസിനാണ് അത് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത്. മെനോപോസൽ ഏജ് എന്ന് പറയുന്നത് എപ്പോഴും 40 to 50 എന്ന ക്രൈറ്റീരിയ ആണ്. ആ 40 to 50 ഏജിലാണ് ഫീമെയിൽസിന് കൂടുതലും ഹെയർ തിന്നിങ്ങും ഹെയർ ലോസും ബാൾഡ് സ്പോട്ട്സും കണ്ടുവരുന്നത്. അതിന് രണ്ടാമതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഘടകമാണ് ഈ ഹോർമോൺസ്, മെയിൻലി DHT, പിന്നെ എസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. നമ്മുടെ മെനോപോസൽ സമയത്ത് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കുന്ന ഹോർമോൺസും ഇത് മൂന്ന് തന്നെയാണ്. അപ്പം ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത് കൂടുതലും ആണുങ്ങളിലാണ് കണ്ടുവരുന്നെങ്കിൽ പോലും അത് ഫീമെയിൽസിനും ഉണ്ട്. അടുത്ത കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ് ജെനറ്റിക്സ്. നമ്മുടെ അടുത്ത റിലേറ്റീവ്സിന്, വളരെ അടുത്ത റിലേറ്റീവ്സ്, അതായത് അച്ഛൻ പെങ്ങളോ അല്ലെങ്കിൽ അമ്മയുടെ ബ്രദേഴ്സോ ഇങ്ങനെയുള്ള റിലേറ്റീവ്സിന് ഇത്തരം തരത്തിലുള്ള ബാൾഡ്നെസ് കണ്ടുവരുവാണെങ്കിൽ അത് നിങ്ങളും ഇൻഹെറിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി എന്തൊക്കെ രോഗങ്ങള് ഈ ഫീമെയിൽ പാറ്റേൺ ബാൾഡ്നെസ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി പറയുവാണെങ്കിൽ തൈറോയിഡ്, ഹൈപ്പർ തൈറോയിഡിസം ആൻഡ് ഹൈപ്പോ തൈറോയിഡിസം, അതായത് ഓവർ ആക്റ്റീവ് ആൻഡ് അണ്ടർ ആക്റ്റീവ് തൈറോയിഡ്. ഇത്തരം പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ TSH, T3, T4 ഇത്തരം ഹോർമോൺസിന്റെ ഇംബാലൻസ് കൊണ്ടും അല്ലെങ്കിൽ ഒരുപാട് ലെവല് കൂടുതലുള്ളത് കൊണ്ടും നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ അത് എഫക്ട് ചെയ്തിട്ട് നമുക്ക് ഹെയർ ലോസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തതായിട്ടാണ് PCOD, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. നമ്മുടെ ശരീരത്തില് നമ്മുടെ ഓവറിന്റെ അകത്ത് ഒരുപാട് സിസ്റ്റ് ഫോം ചെയ്യുന്ന ഒരു ഡിസീസാണിത്. ഇത്തരം രോഗത്തിന് നമ്മുടെ ബോഡിയിലുള്ള ആൻഡ്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ വല്ലാതെ കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിനും ഇതേപോലെ ഹെയർ ലോസ് വരാനും ചിലപ്പോൾ ശരീരത്തിൽ മുഴുവൻ ഹെയർ ഫോർമേഷൻ വരാനും രണ്ടിനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ശരീരത്തിലെ തന്നെയുള്ള ഇമ്മ്യൂൺ സെൽസ് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെയൊക്കെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ട് വരുന്ന ഹെയർ ലോസ് കാരണം ഇതേപോലെ തന്നെ ഫീമെയിൽ പാറ്റേൺ ആയിട്ടുള്ള ബാൾഡ്നെസ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ദ നെക്സ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മുടെ ന്യൂട്രീഷൻ. അതായത് നമ്മുടെ ശരീരത്തിൽ അയൺ കണ്ടന്റ്, നമ്മുടെ വൈറ്റമിൻ D കണ്ടന്റ്, ഇതൊക്കെ നമ്മുടെ ഹെയർ ഹെൽത്തിനും ഹെയർ ഗ്രോത്തിനും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഡെഫിഷ്യൻസീസ് നമ്മുടെ ശരീരത്തിൽ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള ഹെയർ ലോസും ഹെയർ തിന്നിങ്ങും ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ തന്നെ തൈറോയിഡിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ OP-യിലേക്ക് വരുന്ന എല്ലാ പേഷ്യൻസിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണിത്. എസ്പെഷ്യലി ഫീമെയിൽസ് എബവ് 40 years old എല്ലാവർക്കും വൈറ്റമിൻ D വിൽ ബി വെരി ലെസ്. കാരണം മെനോപോസിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മുടെ ബോൺസ് ഈ ഓസ്റ്റിയോപോറോസിസ് പ്രോസസ്സിൽ കൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം നമ്മുടെ കാൽഷ്യം, നമ്മുടെ വൈറ്റമിൻ D ഇതൊക്കെ ഡെഫിഷ്യന്റ് ആയിട്ട് ഇതുപോലുള്ള ഹെയർ തിന്നിങ്ങിനും ഹെയർ ലോസിനും ബാൾഡ് സ്പോട്ട്സിനും ഡേ ടു ഡേ ലൈഫിൽ ഒട്ടും ഇമ്പോർട്ടന്റ് അല്ല എന്ന് കരുതുന്ന നമ്മുടെ ഇമോഷണൽ വെൽബീയിങ്, നമ്മുടെ ഫിസിക്കൽ സ്ട്രെസ്, അതല്ലെങ്കിൽ നമ്മുടെ ഡയറ്ററി ചേഞ്ചസ്, ഇത്രയും ഫാക്ടേഴ്സ് ഫീമെയിൽ പാറ്റേൺ ബാൾഡ്നെസ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതൊക്കെ കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ ആണ്. ഇതിനൊക്കെയുള്ള അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ്സ് നമുക്കിവിടെ അവൈലബിളും ആണ്.